കാനഡയിൽ ഒറ്റപ്രസവത്തിൽ പിറന്ന ലോകപ്രശസ്തരായ 5 സഹോദരിമാരിൽ അവസാനത്തെയാളും വിട പറഞ്ഞു. വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെയിരുന്ന ഡിയോൺ സഹോദരിമാരിലെ അനറ്റ് ഡിയോൺ തന്റെ 91-ാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1934 കാനഡയിലെ ഒന്റാറിയോയിലായിരുന്നു 5 പെൺകുട്ടികളുടെ ജനനം. ശൈശവഘട്ടം പിന്നിട്ട് ജീവൻ നിലനിർത്തിയ ലോകത്തെ ആദ്യ ഐഡന്റിറ്റിക്കൽ കിൻഡാപൈറ്റ്സ് അഥവാ ഒരുപോലെ ഇരിക്കുന്ന 5 സഹോദരിമാർ ആയിരുന്നു ഇവർ. അനറ്റ്, സെസൈൽ, ഇവോൺ, മേരി, എമിലി എന്നിവരാണ് ഈ അപൂർവ സഹോദരിമാർ. കുട്ടിക്കാലത്ത് തന്നെ ഇവർ ആഗോളതലത്തിൽ വലിയ തരംഗമായി മാറി. സിനിമകളിൽ അഭിനയിക്കുകയും മാസികകളുടെ മുഖചിത്രമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഇവർ ടൂത്ത് പേസ്റ്റ് മുതൽ സിറപ്പ് വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ സജീവമായിരുന്നു. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കപ്പെട്ട ഇവരെ ഒന്റാരിയോ സർക്കാർ കിൻഡ്ലാൻഡ് എന്ന പേരിലുണ്ടാക്കിയ പ്രത്യേക കേന്ദ്രത്തിൽ പ്രദർശന വസ്തുവാക്കി മാറ്റിയിരുന്നു. ഇവരെ കാണാൻ വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. ഈ കുട്ടികൾ നിരന്തരം പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായിരുന്നു. മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും അവരെ പരിമിതമായി സമ്പർക്കം മാത്രമേ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. വർഷങ്ങൾക്ക് ശേഷമാണ് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ സംരക്ഷണ ചുമതല തിരികെ ലഭിച്ചത്. മുതിർന്നപ്പോൾ കുട്ടിക്കാലത്തെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സഹോദരിമാർ 1998 $3 മില്യൺ അഥവാ ഏകദേശം 19,69,00,000 രൂപ ഒന്റാറിയോ സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരമായി നേടിയെടുത്തിരുന്നു. ഡിയോൺ കുടുംബത്തിലെ 14 മക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെയാൾ കൂടിയാണ് അനറ്റ്. സെസൈൽ ഈ വർഷം ആദ്യം മരിച്ചിരുന്നു. എമിലി 1954-ലും മേരി 1970-ലും ഇവോൺ 2001-ലും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അനറ്റിന്റെ മരണവാർത്ത നോർത്ത് ബേയിലെ ഇവരുടെ ജന്മഗൃഹത്തിൽ പ്രവർത്തിക്കുന്ന ഡിയോൺ കിൻസ് ഹോം മ്യൂസിയമാണ് പുറത്തുവിട്ടത്.